ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡബ്ലിനിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ കസിൻസിൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഇപ്പം ഇവിടെ വീടിരിക്കുന്നത് ഡബ്ലിനിൽ ബൂമൗണ്ട് ഏരിയയിലാണ്. ഇവിടെ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ഏരിയ തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ബൂമൗണ്ട് ഹോസ്പിറ്റലുണ്ട്. നല്ല പോപ്പുലറായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് അയർലൻഡിൽ. സോ ഞങ്ങളുടെ പള്ളി എത്തി. നല്ലൊരു പള്ളിയാട്ടോ. പുറത്ത് തന്നെ ഒരു മാതാവിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ, നല്ലൊരു ആംബിയൻസ് ആണ്. ഈവനിങ് ഞങ്ങൾക്ക് കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ. പുറത്ത് ഗാർഡനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇങ്ങനെ ഓരോരോ ടാസ്കുകൾ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ഈവനിങ് ഒരു ബാർബിക്യൂ ഒക്കെ സെറ്റാക്കാനുള്ള പ്ലാനുണ്ട്. സോ കുറച്ച് ടീമൊക്കെ ബാർബിക്യൂ മെഷീനിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. സമ്മർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു വന്ന് കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് അന്ന് ബാർബിക്യൂ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഇട്ടത്. ഈവനിങ് ഞാൻ കുറേ നാളായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്, ഞാനൊരിടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. സോ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബനാന കേക്കൊക്കെ ഉണ്ടാക്കി. അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്, എനിക്കറിയില്ല. എനിക്കങ്ങനെ കുഴപ്പമില്ലാതെ തോന്നി കേട്ടോ. ഞാൻ നന്നായിട്ട് കഴിച്ചു. പിന്നെ ഈവനിങ് ചേട്ടൻ്റെ പരിപാടികളൊക്കെയാണ്, ഇങ്ങനെ കുട്ടികളെ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുന്നു. അതിനിടയിൽ ഞാനും അക്കുവും അവർക്കൊരു ശല്യമായില്ല. ഞങ്ങൾ മാറിയിരുന്നു, ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടേയിരുന്നു. കുറേയൊക്കെ സൈഡിൽ നിന്നിരിക്കുന്ന പുല്ലിൻ്റെ മേളിലും റോഡിൻ്റെ അപ്പുറത്തൊക്കെ പോയി. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ബാക്കിൽ ആ ഒരു ചെറിയൊരു ഹട്ടിന് ചേണാട്ട് പബ്ബൊന്ന് കൊടുക്കണമെന്നായിരുന്നു ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹം. അത് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ബാർബിക്യൂ ഒക്കെ സെറ്റാക്കി തുടങ്ങി. പിന്നെ ഈ സാലഡ്സ് അതൊക്കെ നമ്മൾ സെറ്റാക്കിയതാണ്. ഞാനായിരുന്നു അത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കേട്ടോ. പ്ലീസ് എൻ്റെ പ്ലേറ്റ് കണ്ട് ആരും കൂട്ടിയിടരുത്. ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു, നൈസ്. ഇപ്പോൾ എത്ര സമയമായെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? ആക്ച്വലി ഇപ്പോൾ രാത്രി 8:30 കഴിഞ്ഞു ഈ ഒരു സമയം. എന്നിട്ടും സ്റ്റിൽ ഇവിടെ ഞങ്ങൾക്ക് വെയിലുണ്ട്. ഇതാട്ടോ ഈ സമ്മറിൻ്റെ പ്രത്യേകത. നമുക്കൊരു രാത്രി ഒരു മിഡ് സമ്മറൊക്കെ ആകുമ്പോഴത്തേനും നമുക്കിവിടെ നല്ല വെളിച്ചമൊക്കെ ആയിരിക്കും കേട്ടോ. സോ ഇതൊക്കെയാണ് എൻ്റെ ഡബ്ലിൻ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കല്ലേ പ്ലീസ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.